ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാരും കാത്തിരുന്ന ഒരു പടം. അതെ 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 ബസൂക്ക. ബസൂക്ക. എല്ലാരും ആലപ്പുഴ ജിങ്കാനയ്ക്ക് പോയപ്പോ നമ്മളൊന്ന് വെറൈറ്റി പിടിച്ച് എല്ലാരെയും പറ്റിച്ചു. മരണമാസം എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി അല്ലേ? അത് രണ്ടു ആൾക്കാർ കൂടുതലും പോയി, പക്ഷെ നമ്മള് വിട്ടില്ല. മമ്മൂട്ടിയെ വിട്ടില്ല. ബസൂക്ക അവിടെ വെറുതെ ഇരിക്കുന്നു. നമ്മൾ അതിലോട്ട് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു സീറോ ഹൈപ്പ്, സീറോ പ്രൊമോഷൻ ഒന്നുമില്ല. ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നന്ദകിഷോർ. അപ്പൊ അവൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. അപ്പൊ അവൻ പറഞ്ഞു, നോക്കിക്കോ ബസൂക്ക വരും, ഓവർ ഹൈപ്പ് ഇല്ലാതെ വരും, സൈലന്റ് ഹിറ്റ് അടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മിക്കവാറും അങ്ങനെയല്ല സംഭവിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില്, നമുക്ക് അങ്ങനെ ആദ്യം അത് കാണാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. ജിംഖാനായിരുന്നു നമ്മൾ കാണാൻ വേണ്ടിയിരുന്നത്. പക്ഷെ ഒരു മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്ക് നീ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഒരു ട്രെയിലർ കണ്ടപ്പോ അങ്ങനെ ആകർഷിക്കാൻ മാത്രം ഒരു സാധനം ഇല്ലെന്ന് മനസ്സിലായി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അല്ലേ? എന്തൊക്കെയോ എടുത്തു വെച്ചേക്കുന്നുണ്ട്. ഒരു കണക്ഷൻ, ഒരു ഹുക്കിംഗ് ഇല്ല ഒരിടത്തും. ഒരു ഹുക്കിംഗ് വരണില്ല. ഇതിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവമാണ്, പക്ഷെ അതില് ഒരു സ്ഥലത്ത് നമ്മൾ ആ ഒരു ജേർണിയിൽ നമ്മളൊരു പാട്ടാണല്ലോ തോന്നുന്നു. നമ്മൾ ഭയങ്കര എന്താ എൻഗേജ്ഡ് ആവണില്ല, അങ്ങനെ അത് തോന്നി. അത് അവര് ഗെയിമിംഗ് ആണ് ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ മറ്റേ നെറേറ്റീവ് ആയിട്ടൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ നമുക്ക് ഒരു ഇമോഷണൽ അകത്തോട്ട് കയറ്റിയില്ല, സിനിമയുടെ അകത്തോട്ട് കയറ്റിയില്ല. പിന്നെ ലാഗ് നമുക്ക് കാണുമ്പോൾ തന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഒരു ബോറടി ആയിരുന്നു, ബോറിംഗ് ആയിരുന്നു. കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആണ് പറയുന്നതാണെങ്കിൽ മമ്മൂട്ടിയുടെ ചില ലുക്ക് എനിക്ക് അതാണ് ഞാനും പറയാൻ വന്നത്. ചില കോസ്റ്റ്യൂമുകളും ലുക്കൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അതൊരു ഫോട്ടോഷൂട്ടായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് എടുത്താൽ മതിയായിരുന്നു. ഇത്രയും ചെലവില്ല. ഇതിന്റെ ചിലപ്പം 10 പൈസക്ക് നിങ്ങൾക്ക് ആ ഫോട്ടോഷൂട്ട് തീർത്ത് ഒരിതാക്കി ഇറക്കാം. ഇതിനേക്കാളും റീച്ച് കിട്ടിയതാണ്. പിന്നെ പോസിറ്റീവ് പറയാനായിട്ട് വേറെ ഒന്നും കിട്ടണില്ല. ഇടയ്ക്ക് ഒരു സീനില്ലേ, സീരിയസ്ലി എനിക്ക് 2 സീനാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്. ഒന്ന് ഒരു ക്യാമിയോ അത് സൂപ്പറാണ്. അതൊരു ചിരിയായി. സുപ്രധാന റോള് വഹിച്ചിട്ടുണ്ട് ക്യാമിയോ. അത് നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ അലേട്ട് അല്ലേ, കാണുന്നവർക്ക് ആ ഒരു ഇത് കിട്ടണം, എക്സ്പീരിയൻസ് ചെയ്യണം. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കൂല ആ ഒരു ക്യാമിയോ. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഈ ക്ലൈമാക്സ് ആണ് ഇഷ്ടപ്പെട്ടത്. നമ്മള് എമ്പുരാനില് അമീർ ഖാനെ പ്രതീക്ഷിച്ച പോലെ ആൾക്കാർ ഇനി പ്രതീക്ഷിക്കുവോ? പ്രതീക്ഷിക്കണം. പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ട്. നിങ്ങളത് കാണണം. അതിനുവേണ്ടി ഈ സിനിമ കാണാൻ ചിലപ്പം അല്ലേ ആൾക്കാർ ഇടിച്ചു കയറാൻ ഒരു ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊരു സീനില് ഞാൻ ഇങ്ങനെ കോട്ടുമായിട്ട് സെക്കൻഡ് ഹാഫില് നോക്കിയപ്പോ അതേ സീനിൽ മമ്മൂട്ടി കോട്ടുമായിരുന്നു കാറിലിരുന്നിട്ട്. അപ്പൊ ഞാൻ കോട്ട് വെട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടി അപ്പുറത്തുനിന്ന് കാറിൽ കോട്ട് വെട്ടോണ്ടി. പിന്നെ നമുക്ക് കാണുമ്പോഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം ഭയങ്കര ഒരു അറ്റംപ്റ്റ്, നമ്മള് ഒരു ഡെയറിങ് അറ്റംപ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് വലിപ്പിക്കാൻ ഭയങ്കര പാടാണ്. മൊത്തത്തിൽ എനിക്ക് ചില സമയത്ത് ഇത് തീരണില്ലല്ലോ എന്ന് തോന്നി. അത്രയും വലിച്ച് നീട്ടിയതുപോലെ തോന്നുന്നു. പടം ഒരുപാട് നേരം ഇല്ല, 2.5 മണിക്കൂറിനകത്തൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മള് ഇരുന്നിരുന്ന് വെറുത്ത പോലെ തോന്നി. എന്തൊക്കെയോ കാണിച്ച പോലെ തോന്നി. ഒരു ഫ്ലോ ഇല്ലായിരുന്നു പടത്തിന്. എഡിറ്റിംഗിലാണെങ്കിലും മ്യൂസിക് ഒക്കെ ആണെങ്കിലും മ്യൂസിക് ഭയങ്കര ഒരു കണക്ഷൻ, ഓരോ സീനും ഓരോ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇല്ല. ശരിയാണ്. സീരിയൽ ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് കുറെ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കയറ്റി. പിന്നെ ആവശ്യം ഇല്ലാത്തടത്ത് മ്യൂസിക്, ആവശ്യമില്ലാത്തടത്ത് പാട്ടിന്റെ ഒരു ചെറിയ ഒരു 2-3 സെക്കൻഡുള്ള പാട്ടൊക്കെ കൊണ്ടുവരും, റൊമാൻറ്റിക് പാട്ടുകളൊക്കെ. അത് എന്തിനാണെന്ന് എനിക്ക് എന്ന് വെച്ചാൽ സ്റ്റൈലിഷിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് മൊത്തത്തിൽ പിന്നെ നമ്മളിങ്ങനെ കണ്ടു വന്നപ്പോ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് വന്നപ്പോ ഒരു ട്വിസ്റ്റ് അതെങ്കിലും ഉണ്ടല്ലോ. അതാ വന്നപ്പോ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് കണ്ട ഒരു കണക്ഷൻ ഇല്ലായ്മ അതിൽ കുറച്ചൊന്ന് ഇതാക്കി. മൊത്തത്തിലൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റേ പടത്തിന് പോയാൽ മതിയായിരുന്നല്ലോ, ഈ സമയം വെറുതെ വേസ്റ്റ് ചെയ്തു എന്ന്. പക്ഷെ ഞാൻ സീരിയസ്ലി ഇത്രയും ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇത്തിരിയെങ്കിലും ആവറേജ് എങ്കിലും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ പോകൂലേടാ അല്ലേ? അത് തന്നെ. എനിക്ക് 0 എക്സ്പെക്ടേഷൻ ആയിരുന്നു. അത് അവര് നീതി പുലർത്തിയിട്ടുണ്ട്. പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല.
പക്ഷെ ഇത് ഒരു അറ്റംപ്റ്റ് ആണ്, ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഡെയറിങ് അറ്റംപ്റ്റ് എക്സ്പെരിമെന്റ് ഞാൻ സംഭവിച്ചു. പക്ഷെ ഇത് ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിലൊക്കെ അവർക്ക് ഒരു കണക്ഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഹുക്കിംഗ് അത് അവർക്ക് മനസ്സിലാവില്ല. കാര്യം ഇപ്പൊ മമ്മൂട്ടിയാണെങ്കിൽ ഈ ഇടയ്ക്കാണ് നല്ല പടങ്ങളാണ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. അപ്പം പിടിച്ചങ്ങ് ഇരിക്കട്ടെ ഒരു ബോംബ്. പിന്നെ എനിക്ക് തോന്നിയില്ല, എനിക്ക് ഇത് മമ്മൂട്ടി ചെയ്ത ഒരു ഇത് പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ സെറ്റപ്പിന് വേണ്ടിയിട്ട് മമ്മൂട്ടിയെ കൊണ്ട് ചില ഡയലോഗുകൾ പറയിപ്പിക്കും, എന്റെ റോൾ അത് സത്യം പറഞ്ഞാൽ അവിടെ ആപ്റ്റ് ആവണില്ല, ഈ സിനിമയ്ക്ക് ആപ്റ്റ് ആവണില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റാങ്കിലുള്ളവർ മാത്രമേ ഉള്ളൂ, കോൺസ്റ്റബിൾസിനെ ഒന്നും ഇല്ല. ഏതാ ഒരു സീനിൽ മാത്രമേ കോൺസ്റ്റബിൾസ് ഒക്കെ ഉള്ളൂ, ബാക്കിയിലൊക്കെ ഇവര് തന്നെ ഒരു 3-4 വട്ടം കൂടി നിൽക്കും. പിന്നെ ചായ കുടിക്കാൻ മൂന്നാർ പോകും അവര്, കാറിലിരുന്ന് ചായ കുടിക്കാൻ മൂന്നാർ പോയിട്ട് യെസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് തിരിച്ചപ്പം തന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകും. അതൊന്നും എനിക്ക് അതായത് ഇതിൽ ഓരോ ഗെയിമിന്റെ ഒരു ക്ലൂ ഉണ്ട്, ഒരു പസിൽ സോൾവിങ് പോലെയാണ്. പക്ഷെ നമുക്ക് ഈ പസിൽ സോൾവിങ് സാധനമൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഗ്രാൻഡ് മാസ്റ്റർ സിനിമ മോഹൻലാൽ അതിൽ നമുക്ക് ചില സ്ഥലത്തൊക്കെ ഒരു ഇത് ജനറേറ്റ് ചെയ്യും. ഇത് സോൾവ് ചെയ്യുമ്പോ ഓരോ ഇത് തോന്നുമ്പോ നമുക്ക് ത്രില്ലിംഗ് ആണല്ലോ, നമ്മൾ അതിന്റെ കൂടെ ചിന്തിക്കും. പക്ഷെ ഇതിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാധനം നമുക്ക് കിട്ടില്ല. ഇത് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാലും വെറുതെ പറഞ്ഞ് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയെന്ന് പറയാൻ ഒക്കില്ല. ഇത് മൊത്തത്തിൽ നമുക്കൊരു ത്രില്ലിങ്, ഒരു എന്റർടൈൻമെന്റ്, അവിടെ നമ്മള് സീറ്റിൽ സിനിമയിൽ ഇരിക്കുമ്പോ അതിലോട്ട് കയറാൻ ഇത് എപ്പോ തീരുമെന്ന് തോന്നുള്ളൂ. അതല്ലേ ഒരു പസിൽ സോൾവിങ്, അല്ലെങ്കിൽ അത് നമുക്ക് വരും. നമുക്ക് സാധാരണ യൂഷ്വലി ഫിലിം കാണുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ കൂടെ ചിന്തിച്ചിട്ട് നമ്മൾ ആലോചിക്കും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, എന്നിട്ട് നമ്മൾ ആലോചിക്കുന്നതാണ് സെയിം ആണ് ആ ടീമും ചിന്തിക്കണമെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വരില്ലേ. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും തോന്നണില്ല. അവര് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ചിന്തിക്കണത്. യെസ് സോൾവ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചില അടിയൊക്കെ അടിക്കുക. അത് നമ്മൾ അങ്ങനെ ആലോചിക്കും, എന്താണ് ഇവര് എന്ത് കിഴക്കാണ് കാണിക്കുന്നത്. എന്തായാലും നിങ്ങളും കൂടെ പോയി ഒന്ന് കണ്ടു നോക്ക്. അതെ, നമ്മൾ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാര്യം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ വീണ ചിലരൊക്കെ കൈയടിക്കുന്നുണ്ട്, വിസിലടിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ചിലർക്ക് കണക്ട് ആവുമായിരിക്കും. ചില സീന് ഞാൻ വിചാരിച്ചു ഇത് കൂതറായി പോവുമല്ലോ, ഇത് പുള്ളിയെ കൊണ്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോ പുള്ളി അത്ര അലമ്പില്ലാതെയൊക്കെ അല്ലേ, വലിയ അയ്യേ എന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള സാധനങ്ങൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി അല്ലേ ഈ ക്ലൈമാക്സിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു. അല്ലെ അത് ബോറൊന്നും ആക്കിയിട്ടില്ല, മമ്മൂട്ടി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല, ഇടയ്ക്ക് ഒരു വെടിവെപ്പും സീനൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് തോന്നും. അതിലൊരു കോമഡിയും ഉണ്ട്, ഒരു തമിഴ് വില്ലന്റെ ഒക്കെ, അത് കണ്ടാൽ കരയും. പക്ഷെ ഇതില് അല്ലാത്ത കുറെ സീൻ കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. അതായത് സീരിയസ് ഉള്ള ചില സീനുകളിലും എനിക്ക് ചിരി വന്നു, പക്ഷെ ഈ ഒരു കോമഡിക്ക് വേണ്ടി എടുത്ത സീരീസിലൊന്നും ചിരി വന്നു. ഇത് ചുമ്മാ ഒരുപാട് സ്ലോ മോഷനും കുറച്ച് കോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ. അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങള്. അങ്ങനെ നമ്മളെ ടേസ്റ്റിന് ഇത് അത്ര കിട്ടിയില്ല, ഒത്തില്ല, നമുക്ക് അത്ര ഒത്തില്ല. നിങ്ങൾ എന്തായാലും കാണുന്നവര് കണ്ടു നോക്കുക, നിങ്ങൾ കണ്ടിട്ടുള്ളവര് അഭിപ്രായം എന്തായാലും കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ബസൂക്കയുടെ ഒപ്പീനിയൻ. അതെ, അപ്പൊ വേറൊരു റിവ്യൂ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.